ഇന്ന് ടാസ്ക് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഷാനവാസ് ഗുളിക കഴിക്കാനായിട്ട് പോയി. പുള്ളിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആള് ഗുളിക കഴിക്കാനായിട്ട് പോയ സമയത്ത് അല്പം ഒരു 10, 15 സെക്കൻഡ് ഡിലേ വന്നു. അപ്പോൾ ബിഗ് ബോസ് പെട്ടെന്നാണ്, അതായത് ഷാനവാസ് ഇറങ്ങിയ ഉടനെ തന്നെ ടാസ്ക് വിളിച്ചപ്പോൾ പുള്ളിക്ക് ഫുഡ് കഴിച്ചിട്ട് ഗുളിക കഴിക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ അനീഷ് വിളിച്ചു പറഞ്ഞു, ഷാനവാസ് മെഡിക്കൽ കാർഡ് കളിക്കുകയാണ്, ഹെൽത്ത് കാർഡ് കളിക്കുകയാണ്, മെഡിസിൻ കാർഡ് കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി. ഷാനവാസിന് അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പുള്ളിയുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അതിങ്ങനെ കാർഡ് എന്നൊക്കെ വെച്ച് വിളിക്കുന്ന ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. പുള്ളി പറഞ്ഞു ഒരുമാതിരി കോപ്പിലെ പരിപാടി കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് കയറി വിരലും ചൂണ്ടിക്കൊണ്ട് അങ്ങ് ചെന്നു. ബട്ട് അത് അവിടെ അങ്ങ് പോയി. ഭയങ്കരമായിട്ട് ഷാനവാസിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അനീഷ് പുറകെ കടന്നിട്ട്. ഇന്ന് ഷാനവാസ് കുളിക്കാൻ പോയിട്ട് വന്നപ്പോൾ ഒരു 10 മിനിറ്റ് എടുത്തൊന്നും അവിടെയുള്ള ബാക്കി ആര്യനും ബാക്കി എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ അനീഷ് പറഞ്ഞു, 2.5 മണിക്കൂർ എടുത്ത് ഷാനവാസെ നീ കുളിക്കാൻ. ഞാനിതെല്ലാം കാണുന്നുണ്ട്, നിന്നെ ഞാൻ അങ്ങനെ വിടില്ല, ഇവിടെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഹാർഷായിട്ട് തന്നെ അനീഷ് സംസാരിച്ചു. അതൊക്കെ സത്യത്തിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ അനീഷിനെ എടുത്ത് ഉടുത്തനെ. ആ ബിൻസി വല്ലതും ആണെങ്കിൽ മിക്കവാറും തലവുത്തിനെ എടുത്ത് അടിച്ചെന്നെ തറയിൽ. ബിൻസിക്ക് നല്ല കലിപ്പുണ്ട് കേട്ടോ അനീഷിൻ്റെ അടുത്ത്. ഷാനവാസ് പക്ഷേ അത് ഒരു കോമഡി ആയിട്ട് ഓ തമ്പ്ര എന്ന് പറഞ്ഞിങ്ങ് വിട്ടു. ഈ അനീഷിനൊരു ബൗണ്ടറി, ബിഗ് ബോസിനകത്ത് എല്ലാവർക്കും ഓരോ ബൗണ്ടറീസ് ഉണ്ട്. മറ്റൊരാളുടെ സ്പേസിലേക്ക് കയറി പോകുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ബിഗ് ബോസ് വീടാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്, അവർക്കെല്ലാം തന്നെ അവരവരുടേതായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട്. ആ ഒരു വ്യക്തിത്വം മനസ്സിലാക്കി ഓരോരുത്തരുടെയും പേഴ്സണൽ സ്പേസ് ഉണ്ട്. ആ പേഴ്സണൽ സ്പേസിന്റെ ഉള്ളിലേക്ക് കയറി പോരുത്. അനീഷിന്റെ ഗെയിം അനീഷ് ഒന്ന് കെയർഫുള്ളായിട്ട് കളിച്ച അടിപൊളിയാണ്, സൂപ്പറാണ്, ഒരു രക്ഷയില്ല, അടിപൊളി ഗെയിമാണ്. എന്ന് വെച്ചാൽ എപ്പോഴും ഈ ആറ്റിറ്റ്യൂഡ് എടുക്കാതെ, അതായത് ആരെങ്കിലും ചോദിച്ചാൽ മിണ്ടാതെ നടക്കുക, അനാവശ്യമായിട്ട് എപ്പോഴും ചൊറിയുക. അതിന് പകരം ഇതൊക്കെ ലിമിറ്റ് ചെയ്താൽ, അധികമായാൽ അമൃതും വിഷമാണെന്നല്ലേ പറയുന്നത്, എന്നാൽ കാണാൻ കൊള്ളാം, ലിമിറ്റ് ചെയ്താൽ കാണാൻ കൊള്ളാം. ഇതിപ്പോൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സമീപനം. സീരിയസ്ലി അത് ഷാനവാസിൻ്റെ അടുത്താണെങ്കിലും പുള്ളിയുടെ ഹെൽത്ത് കണ്ടീഷൻ മനസ്സിലാക്കണ്ടേ. ആൾ ഒരുപാട് ഗുളികകളും മറ്റുമൊക്കെ ടേക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതും മനസ്സിലാക്കണം. അപ്പോൾ അവിടെ എല്ലാത്തിനെയും കാടെന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ വളരെ അരോചകമായിട്ട് അത് തോന്നും. ഇന്ന് ലൈവ് കണ്ട പ്രേക്ഷകർക്ക് അത് കണക്ട് ചെയ്യുമെന്ന് തോന്നുന്നു. ലൈവ് കണ്ടവർ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.